Good morning. Good morning, me. Good morning. Good morning. Take your Hindi textbook. Take your Hindi textbook. എന്താ ഷോണേ? ഷോൺ ഇടക്കിടക്ക് എന്താ വരുന്നത്? Good morning, miss. Good morning. Good morning, miss. ഷെഫി ചേട്ടനും വരുന്നുണ്ടോ ക്ലാസ്സില്? ഷെഫി റെഡി അല്ലേ? Take your Hindi textbook. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഏതാ എടുത്തത്? മിസ്സിനെ കാണാൻ പറ്റുന്നില്ല. മിസ്സിനെ ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ മിസ്സിനെ കാണാതെ ആഷൻ വിചാരിച്ചു ആഷിന്റെ അനിയത്തിനെല്ലാം ഹിന്ദി പഠിപ്പിക്കാന്നല്ലേ? അമ്പട കള്ള വിടൂല നിന്നല്ലേ? ഓക്കെ, ഇനി അടുത്ത ലെസൺ ഏതാ എടുക്കേണ്ടത്? നെക്സ്റ്റ് ലെസൺ എല്ലാരും പ്രസന്റ് ടൈപ്പ് ചെയ്തോ? പ്രസന്റ് ടൈപ്പ് ചെയ്ത് എല്ലാവരും? ടൈപ്പ് ചെയ്തു. ഓക്കെ, ഷംവീൽ ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ് കാണണേ ഷംവീലേ? ഗുഡ് മോർണിംഗ് മിസ്. മോർണിംഗ്. അടുത്ത ലെസൺ എടുത്താലോ? പേജ് നമ്പർ 16, മൂന്നാമത്തെ ചാപ്റ്റർ, തേർഡ് ലെസൺ. എല്ലാരും എടുത്തു വെച്ചേ. എല്ലാരും എടുത്തു വെച്ചോ? Yes, miss. Yes, miss. ഓക്കെ, ആഷിന്റെ അനിയത്തി കുട്ടി എന്ത് പറയുന്നു? ഒന്നുമില്ല. ഓക്കെ, എന്തായിരുന്നു ലെസന്റെ പേര് എന്നൊന്ന് പറഞ്ഞു തന്നെ. എന്താണ് പേര്? ബച്പൻ കാ വഹദിൻ അല്ലേ? ബച്പൻ കാ വഹദിൻ. എന്താ ബച്പൻ കാ വഹദിൻ എന്ന് പറഞ്ഞാലേ? കുട്ടിക്കാലത്തെ ആ ദിവസം ബാക്കി വായിക്കല്ലേ? മിസ് വായിച്ചു പറയട്ടെ, എന്നിട്ട് വായിക്കാം. കുട്ടിക്കാലത്തെ ആ ദിവസം. കുട്ടിക്കാലത്തെ ഏതോ ഒരു ദിവസത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് ആ ലെസൺ. ഏതോ ഒരു കുട്ടിയുടെ കുട്ടിക്കാലത്തെ ഒരു ദിവസം നമുക്ക് നോക്കിയാലോ? എന്താണ് ആ കുട്ടിക്കാലത്ത് എന്താ സംഭവിച്ച ആ കുട്ടിക്കെന്ന് നോക്കാം. ഇത് വായിക്കാം. പേജ് നമ്പർ 16. बचपन का वह दिन, that day of childhood. पाठ का परिचय. प्रस्तुत पाठ में बचपन की घटना के माध्यम के प्रति बड़ों के स्नेह को बताया गया है. ഈ പാഠഭാഗത്തിലെ സംഭവത്തോടെ ആ സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക? മുതിർന്നവരോട്, നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരോട് നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം തോന്നും. ഈ പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് നിങ്ങൾക്ക് എന്ത് തോന്നും? ഇപ്പോഴുള്ളതിനെക്കാളും കൂടുതൽ സ്നേഹം തോന്നും. നോക്കാം അല്ലേ?
അല്ലേ? തോന്നുന്നു നോക്കിയാലോ? തോന്നോ ഇല്ലയോ നോക്കാം അല്ലെ. പിന്നെ എന്താണ് പറഞ്ഞത്? പാടുക ഉദ്ദേശ്. പാഠഭാഗത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്. എന്താ ഈ പാഠഭാഗം വെറുതെ കൊടുത്തെന്നല്ല, പിന്നെന്താണ്? പിന്നെ എന്തിനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ബഡോം കെ പ്രതി ആദർ. ബഡോം എന്ന് പറഞ്ഞാല് മുതിർന്നവര് അല്ലേ? മുതിർന്നവരെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ ഒക്കെ ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് കിട്ടും. ബഹുമാനിക്കാൻ പഠിക്കും. നമുക്ക് നോക്കാം. ഈ പാഠം പഠിച്ചിട്ട് നിങ്ങൾ പിന്നെ മുതിർന്നവരെ ബഹുമാനിക്കോ എന്താ ചെയ്യുന്നത് കേട്ടോ? बड़ों के प्रति आदर तथा उनकी देखभाल की भावना का विकास करना. വേറൊന്നു കൂടിയുണ്ട്. അക്ബർ. പ്രായമുള്ളവരെ എന്താണ് ശുശ്രൂഷിക്കുന്ന ഒരു ഇത് കൂടി നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും. അവരെ നിങ്ങൾ കുറച്ച് വളർന്ന് വലുതായി കഴിഞ്ഞാല് നിങ്ങളെ പ്രായമുള്ളവരെ, വീട്ടിലുള്ള പ്രായമുള്ളവരെ നോക്കുന്ന ഒരു ഇത് കൂടി, പ്രവണത കൂടി നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിലൂടെ ലഭിക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. നമുക്ക് ഈ പാഠം സുബഹ കെ 7 ബജേ थे. രാവിലെ 7 മണി. നമ്മൾ ഇന്ന് രാവിലെ ക്ലാസ് തുടങ്ങിയ സമയം അല്ലേ? 7 മണി. मैं घर की बालकनी में बैठी अखबार पढ़ रही थी. ആ കുട്ടി പറയാണ്, ഞാൻ വീടിന്റെ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് ന്യൂസ് പേപ്പർ വായിക്കുകയായിരുന്നു. കേട്ടല്ലോ? ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് ന്യൂസ് പേപ്പർ വായിക്കുകയായിരുന്നു. അചാനക് മേരാ ദിൻ പാർക്ക് കി ഓർ ഗയ. പെട്ടെന്ന് എന്റെ ശ്രദ്ധ എങ്ങോട്ട് പോയി? അവിടെ അടുത്തുള്ള പാർക്കിലോട്ട്. അവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട്, അവിടേക്കാണ് എന്റെ ശ്രദ്ധ പോയത്. നിങ്ങളെ ശ്രദ്ധയും പോയാ? നിങ്ങളെ ശ്രദ്ധയും പാർക്കിലോട്ട് പോയാ? ഇല്ലല്ലോ. ഇല്ല. നിങ്ങൾ എങ്ങോട്ട് പോലെ മിസ് പറഞ്ഞ തന്നെ കേൾക്കണേ. एक छोटा लड़का अपने दादा दादी के साथ പാർക്ക് में सैर रहा था. എന്താ കണ്ടത്? ഒരു ചെറിയ ആൺകുട്ടി ചോട്ടാ ലടുക്ക അപ്പനെ ദാദാ ദാദി, തന്റെ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ പാർക്കിൽ ഇങ്ങനെ കറങ്ങുന്നതാണ് കണ്ടത്. ഗ്രാൻഡ് പേരൻസ് ആ കുട്ടിയുടെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ കുട്ടിയെയും കൂട്ടി ആ ഗ്രാൻഡ് പേരൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മനസ്സിലായോ? പേജ് നമ്പർ 16, മൂന്നാമത്തെ ലെസൺ ബച്പൻ കാ വഖ്ദിനാണ് എടുക്കുന്നത്. അപ്പൊ അവിടെ ആ പാർക്കിൽ എന്താ കുട്ടി കണ്ടത്? ഒരു ചെറിയ ആൺകുട്ടിയെ ഗ്രാൻഡ് പേരൻസ് ഇങ്ങനെ കൂട്ടി നടക്കുന്നത് കണ്ടു അല്ലേ? ഉനെ ദേഖ്കർ മുझे अपना बचपन याद आ गया. അത് കണ്ടപ്പോഴേ എന്റെ കുട്ടിക്കാലം, ചെറുപ്പകാലം എനിക്ക് ഓർമ്മ വന്നു. എന്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വന്നു. നോക്കാം എന്താണ് കുട്ടിക്കാലത്ത്. ഉസ് സമയം മേരി ഉമ്ര കോയി 10 വർഷ ഹി രഹി ഹോഗി. ഞാനിപ്പോ കുട്ടിക്കാലത്തെ സംഭവം പറയാൻ പോകുന്ന ആ സമയത്ത് എന്റെ വയസ്സ് 10 വയസ്സ്. നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഷഷ്ടിപൂർത്തിയിലും കഴിഞ്ഞ 50ഓ 60ഓ? 10. ആ, കുറച്ചു പേർക്ക് 11 ഉണ്ടാവും, ചില പേർക്ക് 10. നിങ്ങളുടെ പ്രായമാണ് ആ കുട്ടി അല്ലേ? അതിൽ കൂടുതൽ ആർക്കും പ്രായമില്ലല്ലോ? ഇല്ലല്ലോ. എല്ലാരും പ്രായമുള്ളവരാരും ഇല്ലല്ലോ? ആ, വയസ്സന്മാരാരും ക്ലാസ് കയറി ഇരുന്ന് നോക്കണേ. അപ്പൊ 10 വയസ്സ് അല്ലെങ്കിൽ 11 വയസ്സ്. അപ്പൊ നിങ്ങളുടെ പ്രായവും ഏകദേശം സെയിം ആണ് ആ കുട്ടിയുടെ അല്ലെ? ആ സമയത്ത് ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ് പറയാൻ പോകുന്നത്. അമ്മ അപ്പ ഘർ കെ സാരാ കാം കർത്തേ थे. അവളുടെ അച്ഛനും അമ്മയും വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുമായിരുന്നു. ദാദാ ദാദിക്ക് ഖൂബ് സേവ കർത്തേ थे. മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ നന്നായി നോക്കുമായിരുന്നു അച്ഛനും അമ്മയും.
ഗ്രാൻഡ് പാരന്റ്സിനെ നന്നായിട്ട് നോക്കുമായിരുന്നു. मैं सोचती थी कि दादा दादी कोई काम क्यों नहीं करते. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ഗ്രാൻഡ് പാരന്റ്സിന് എന്തെങ്കിലും ജോലി ചെയ്തൂടെ, എന്റെ അച്ഛനും അമ്മയും തന്നെ പണിയെടുക്കണോ, അവർക്കും കുറച്ച് ജോലി ചെയ്തൂടെ എന്ന് എന്റെ മനസ്സിലെ ചിന്തയുണ്ടായിരുന്നു. मैं मम्मा पापा के साथ खेलना चाहती थी पर मैं नहीं खेल पाती थी. ഞാനും അച്ഛന്റെ കൂടെ അമ്മയുടെ കൂടെ ഒക്കെ കളിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു, പക്ഷെ എനിക്ക് സാധിക്കാറില്ല. കാരണം എന്തേ, അച്ഛനും അമ്മയും എപ്പോഴും വീട്ടില് ജോലി തിരക്കിലായിരിക്കും. അതുകൊണ്ട് എനിക്ക് ആ കുട്ടിക്കാലത്ത് അച്ഛന്റെ അമ്മയുടെയും കൂടെ കളിക്കണം അല്ലെങ്കിൽ പാർക്കിൽ പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ നടന്നില്ല. ക്രിസ്റ്റി എഴുന്നേറ്റിരുന്ന മോനെ, കിടക്കല്ലേ, നാടകം കാണാൻ ഇരിക്കുന്ന കുറച്ചുനേരം ഉറങ്ങിയിട്ടില്ലെങ്കിൽ നാടകം കാണാന്ന് വിചാരിക്കുന്നേ. ഓക്കെ, नेक्स्ट पेज पैराग्राफ. एक दिन दादी की ऊंची आवाज सुनकर मुझे लगा कि वे मेरी अम्मा को डांट रही है. ആ സമയത്ത് തന്നെ ഒരു ദിവസം എന്റെ മുത്തശ്ശി വലിയ ഉറക്കെ ദേഷ്യത്തോടെ എന്റെ അമ്മയെ ശകാരിക്കുന്ന ഞാൻ കേട്ടു. മുജെ ബഹുത്ത് ബുരാ ലഗ. എനിക്ക് വിഷമം തോന്നി. ഗ്രാൻഡ് പാരന്റ്സ് അമ്മമ്മ എന്റെ അമ്മയെ വഴക്ക് പറഞ്ഞത് ഞാൻ കേട്ടു. उस दिन जब पेज नंबर 17 उस दिन जब मैं स्कूल से घर पहुंची तो मैं पूरी तरह पसीने से भीगी हुई थी. ഞാൻ ആ ദിവസം സ്കൂളിൽ പോയി തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേ ഞാൻ ആകെ വിയർത്ത് കുളിച്ചിരുന്നു. കുറെ സമയം സ്കൂളിൽ നിന്ന് കളിച്ചിട്ടുണ്ടാവും. അപ്പൊ വീട്ടിലെത്തുമ്പോഴേ വേർത്ത്, അതായത് ഡ്രസ്സൊക്കെ വേർപ്പില് നനഞ്ഞിരുന്നു. मैं पूरी तरह पसीने से भीगी हुई थी. दादी मेरे लिए शरबत लेकर आई और प्यार से बोली, लो बेटा आराम से बैठकर एक शरबत पी लो. അപ്പോഴേ മുത്തശ്ശി വന്നിട്ട് എനിക്ക് ദാഹിക്കുന്നതിന് വെള്ളം കൊണ്ടുവന്ന് പറഞ്ഞു, സ്നേഹത്തോടെ പറഞ്ഞു, ഇത് കുടിച്ചോളൂ, എന്നിട്ട് വിശ്രമിച്ചിട്ട് കുറച്ചേരം വിശ്രമിച്ചിട്ട് കുടിക്കൂന്ന് പറഞ്ഞു. ബാദുമേ മുനോനെ മേരെ ലിയെ ഖാന പരോസ. അതിനുശേഷം ആ അമ്മമ്മ തന്നെയാണ്, മുത്തശ്ശി തന്നെയാണ് എന്ത് ചെയ്തത്, എനിക്ക് ഭക്ഷണവും വിളമ്പി തന്നത്. ഫാത്തിമ എങ്ങോട്ടാ പോന്നേ? ഭക്ഷണം വിളമ്പി കൊടുക്കാനാ? എവിടെയെങ്കിലും ഒന്ന് ഇരിക്കേ. ഖാന ഖാത്തെ ഹുയെ മൈനെ ഉൻസെ പൂച്ച. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു ആ അമ്മമ്മയോട്. എന്താ ചോദിച്ചത്? ദാദിമ അമ്മ കഹാം ഹേ, എന്റെ അമ്മ എവിടെ? വേർ ഈസ് മദർ. അപ്പൊ എന്താ പറഞ്ഞത്? आप आराम क्यों नहीं कर रही है? दादी माम ने बताया कि अम्मा को बुखार है. अम्मा को बुखार है. बुखार मीन्स फीवर. ले എന്താണ് അമ്മക്ക്? എന്തായിരുന്നു? പനി. ആ യെസ്. വേ സോ രഹി ഹെ. അമ്മ ഉറങ്ങിയാണ്, അമ്മയ്ക്ക് പനിയാണ്, അതുകൊണ്ട് അമ്മ റെസ്റ്റ് എടുക്കുകയാണെന്ന് ആ മുത്തശ്ശി പറഞ്ഞു. शाम की चाय व रात का खाना भी उस दिन दादी ने ही बनाया. വൈകുന്നേരം ഈവനിങ് ചായവും അതുപോലെ രാത്രിയിലത്തെ ഭക്ഷണ ഫുഡും ഒക്കെ ആരായിരുന്നു എനിക്ക് തന്നത്? അമ്മമ്മ അല്ലെ, മുത്തശ്ശി ആയിരുന്നു അല്ലെ. उन्होंने मुझसे कोई सहायता नहीं ली. उन्होंने मुझसे कहा, सुषमा बेटी तुम बस अपनी पढ़ाई करो. മോളെ സുഷമ, അപ്പൊ കുട്ടിയുടെ പേര് കിട്ടിയില്ലേ? എന്തായിരുന്നു പേര്? സുഷമ. സുഷമ ബേട്ടി തും ബസ് അപ്നി പഠായി കരോ. മതി, ഇനി മോള് കുറച്ചു നേരം പഠിക്കൂ. ആര് പറഞ്ഞു? അമ്മമ്മ അല്ലേ. സബ് കാം മേ കർ ലൂങ്കി. നീ ഒന്നും എന്നെ ഹെൽപ്പ് ചെയ്യണ്ട, നീ പോയിട്ട് പഠിച്ചോളൂ മോളെ എന്ന് ആര് പറഞ്ഞു? ആ മുത്തശ്ശി. ദാദി മാം കി ഏക് ബാത് മുझे बहुत अच्छी लगी. എനിക്ക് അത് കണ്ടപ്പോഴും മുത്തശ്ശി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മുമ്പേ ഒരു ദേഷ്യം ഉണ്ടല്ലേ, എന്തായിരുന്നു? അമ്മ ഒരു ദിവസം വഴക്ക് പറയുന്നത് കേട്ടിരുന്നു അല്ലേ? രാത്കോ മൈനെ അമ്മക്കോ അപ്പിനെ മൻ കി സാരി ബാത് ബതാദി. ഞാൻ രാത്രിയിലെ അമ്മയുടെ അടുത്ത് പോയി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു.
अम्मा ने प्यार से मेरा सिर सहलाते हुए कहा. അമ്മ എന്നോട് സ്നേഹത്തോടെ എന്റെ മുടിയൊക്കെ തലോടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അമ്മക്ക് സ്നേഹം കൂടുമ്പോ അമ്മ എന്ത് ചെയ്യും? നമ്മളെ വാത്സല്യത്തോടെ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് തഴുകും അല്ലെ, അല്ലെങ്കിൽ ഒന്ന് തലോടും. നമുക്ക് ആ തലോടാൻ വേണ്ടി ഒന്ന് അമ്മയുടെ അടുത്ത് പോകാൻ നല്ല ഇഷ്ടമായിരുന്നു അല്ലെ. വീട്ടിൽ രണ്ടുപേരുണ്ടെങ്കിൽ അതിനു വേണ്ടി അടിയായിരിക്കും അല്ലേ. ഒരാളെ തലോടുന്ന കാണുമ്പോ മറ്റേയാൾക്ക് പ്രശ്നം വരും. അപ്പൊ ആ അമ്മയുടെ ആ തലോടലിന് വേണ്ടിയിട്ട്, ആ തലോടലിന് നല്ലൊരു ഇതുണ്ട് അല്ലെ, സ്നേഹം നമുക്ക് കൂടുതൽ കിട്ടുന്നത് പോലെ, നല്ലൊരു നമുക്കൊരു ധൈര്യം പകർന്നു തരുന്ന പോലെ തോന്നും. അപ്പൊ ഇതുപോലെ ഇവിടുന്ന് അമ്മ എന്ത് ചെയ്തു? അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു, അഗർ തും കോയി ഗലത്ത്. ഞാൻ വായിക്കുന്ന സെന്റൻസ് കണ്ടോ നിങ്ങള്? അഗർ തും കോയി. ആ അഗർന്ന് തുടങ്ങുന്ന ആ പേര് അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേ, ബ്രാക്കറ്റ് ഇട്ട് വെച്ചേ. അവിടെ നമ്പർ 2 എന്നുള്ള നമ്പർ അവിടെ ഇട്ടു. അഗർ തും പറഞ്ഞോളൂ. എന്താ ഷെഫി? അഗർ തും കോയി തുടങ്ങുന്ന പേര് ആ ലൈൻ മാർക്ക് ചെയ്ത് വെക്കുക. നമ്പർ 2 പേജ് നമ്പർ 17 ലാസ്റ്റ് പാരഗ്രാഫിലാണ് പറഞ്ഞത്. അഗർ തും കോയി ഗലത്ത് കാം കർത്തി ഹോ तो मैं तुम्हें डांटती हूँ. इसी तरह से तुम्हारे दादी मेरी अम्मा जैसी है. मुझसे जब कोई गलती होती है तो वह मेरे भले के लिए ही मुझे डांटती है. मुझे डांटती है. അതുവരെ മാർക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. भले के लिए ही मुझे डांटते हैं. എന്താണ് അത്? ക്വസ്റ്റ്യൻ നമ്പർ 2 എന്നുള്ളതിന്റെ മാർക്ക് ചെയ്യാൻ പറഞ്ഞാണ്. പിന്നീട് പറഞ്ഞിരുത്. ഇപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയി തോന്നാൻ വേണ്ടി അവിടെ മാർക്ക് ചെയ്യാൻ പറഞ്ഞാണ്. അതായത് എന്താണ് അമ്മ മകളോട് തലോടിക്കൊണ്ട് പറഞ്ഞെന്നറിയോ? അഗർ തും കോയി ഗലത്ത് കാം കർത്തി ഹോ. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് നീ ഇപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ തോമേം തുമേം ഡാണ്ടത്തി ഹോ, ഞാനപ്പോ നിന്നെ ശകാരിക്കുന്നില്ലേ? നിങ്ങൾ ഓരോരുത്തർ തെറ്റ് ചെയ്യുമ്പോ നിങ്ങളുടെ അമ്മ ശകാരിക്കുന്നില്ലേ? ഉണ്ടോ? ഉണ്ട്. എന്തിനായിരുന്നു? നിങ്ങളെ ഇഷ്ടക്കുറവുണ്ടാ? അല്ല, ആ തെറ്റിൽ നിന്ന് തിരുത്താനാണല്ലേ. നിങ്ങൾ നല്ല വഴിയിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോ ഈ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, നീ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ നിന്നെ ഞാൻ ശകാരിക്കാറില്ലേ? ഇസി തരഹ്, ഇതേപോലെ തുമാരി ദാദി, നിന്റെ മുത്തശ്ശി മേരി അമ്മ ജൈസി ഹെ, എന്റെ അമ്മയല്ലേ. നിന്റെ മുത്തശ്ശി എന്ന് പറഞ്ഞത് എന്റെ അമ്മയല്ലേ. മുജ്സെ ജബ് കോയി ഗലത്തി ഹോത്തി ഹെ, ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോ തെറ്റ് കണ്ടിട്ടുണ്ടാവും. തോ വഹ് മേരെ ഭലേ കെ ലിയേ ഹി മുझे डांटती है. അപ്പൊ നല്ലതിന് വേണ്ടിയിട്ടാണ് മുത്തശ്ശി എന്നെ വഴക്കു പറയുന്നത്. നീ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ നിന്റെ അമ്മ വഴക്കു പറയുന്നത് പോലെ നിന്റെ മുത്തശ്ശി എന്ന് പറഞ്ഞത് എന്റെ അമ്മയാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ അത് നല്ല രീതിയിൽ കൊണ്ടുവരാനാണ്, അല്ലെങ്കിൽ നന്മയിലേക്ക് കൊണ്ടുവരാനാണ് നിന്റെ മുത്തശ്ശി വഴക്കു പറയുന്നത്. നെക്സ്റ്റ് അടുത്ത വേറെ ബ്രാക്കറ്റ് ഇടുക. ദാദാ ദാദി. ദാദാ ദാദി എന്ന് തുടങ്ങുന്ന ആ ലൈൻ മാർക്ക് ചെയ്തോ, വേറെ ബ്രാക്കറ്റ് ഇടുക. നമ്പർ 6 അവിടെ ഇട്ട് വെക്കുക. നമ്പർ 6 എന്താ അച്ഛനെ നമ്പർ ഇട്ട് വെച്ചോ? ഇന്ന് അമ്മ വന്നിട്ടുണ്ടാവില്ല അല്ലെ? വേഗം നമ്പർ ഇട്ട് ദാദാ ദാദി. ലാസ്റ്റ് പാരഗ്രാഫ്, ലാസ്റ്റ് ഭാഗം. दादा दादी घर के बुजुर्ग है. सारी जिंदगी उन्होंने हमारे लिए काम किया है. अब हमारा कर्तव्य है कि हम उनकी सेवा करें. दादा दादी തുടങ്ങുന്ന സെന്റൻസ് उनकी सेवा करें വരെ മാർക്ക് ചെയ്യാം. അതിന്റെ മീനിങ് പറയാം. ദാദാ ദാദി ഘർ കെ ബുജുർഗ് ഹെ. അത് സെന്റൻസ് മാർക്ക് ചെയ്തു. അവിടെ നമ്പർ 6 ഇടുക. ദാദാ ദാദി തുടങ്ങുന്നത് ലാസ്റ്റ് സേവാ കരേം വരെ.
മിസ് അതിന്റെ മീനിങ് പറയാം. ദാദാ ദാദി ഘർ കെ ബുജുർഗ് ഹെ. മുത്തച്ഛനും മുത്തശ്ശിയും ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറഞ്ഞാല് ആ വീട്ടിലെ ഏറ്റവും മുതിർന്നവരാണ്. അവിടുത്തെ ഗ്രാൻഡ് പാരന്റ്സ് ആണ് ആ വീട്ടിലെ ഏറ്റവും മുതിർന്നവര്. സാരി ജിന്ദഗി ഉന്നോനെ ഹമാരെ ലിയെ കാം കിയാ ഹെ. അവരുടെ ജീവിതം മുഴുവനും നമുക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നവര്. അബ് ഹമാര കർത്തവ്യ ഹെ കി ഹം ഉൻകി സേവ കരെ. അപ്പൊ അവര് നമ്മളെ ഇത്രയും നാളെ നോക്കി വളർത്തി വലുതാക്കിയില്ലേ, ഇനി നമ്മുടെ കടമ എന്താണ്? നമ്മളനി അവരെ അതുപോലെ സേവിക്കണം, നോക്കണം. നമ്മൾ തിരിച്ചവരെയും അതുപോലെ പ്രായമായവരെ, അതായത് വീട്ടിലെ ഏറ്റവും മുതിർന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. ആ, ശുശ്രൂഷിക്കണം അല്ലേ? എത്ര പ്രായമായവരെ നമ്മൾ എന്ത് ചെയ്യണം? ശുശ്രൂഷിക്കണം, നോക്കണം, പരിപാലിക്കണം. നമ്മൾ വളർത്തി വലുതാക്കിയത് അവരാണ് അല്ലേ? അപ്പൊ പ്രായമാകുമ്പോ അവരോട് ദേഷ്യം തോന്നാൻ പാടില്ല അല്ലെ? നമ്മൾ അവരെ ശുശ്രൂഷിക്കണം. പേജ് നമ്പർ 18. പേജ് നമ്പർ 18. അമ്മ. അമ്മ തുടങ്ങുന്ന പാരഗ്രാഫില്ലേ അമ്മ, അവിടെ ബ്രാക്കറ്റ് കിട്ടോ. നമ്പർ 3. अम्मा की बातें सुनकर मुझे अपनी सोच पर बहुत पछतावा हुआ. मैं सीधा दादी के कमरे में गई. नंबर 3. അവിടെ ഇട്ട് വെക്കേണ്ടത് നമ്പർ 3. ഗൈ വരെയാണ്. ആ, ഗൈ വരെ. അമ്മ की बातें. ആഷിന് ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കിയേ, അമ്മയുടെ ഹെൽപ്പ് ഇല്ലാതെ ഒന്ന് ചെയ്തേ. പേജ് നമ്പർ 18 ഏറ്റവും മുകളിലുള്ള പാരഗ്രാഫില് അമ്മ की बातें എന്നുള്ള ബ്രാക്കറ്റ് ഇടുക, നമ്പർ 3 ഇടുക. ഒന്നുകൂടി പറയാം മിസ്സേ. ആ, അമ്മ की बातें सुनकर मुझे अपनी सोच पर बहुत पछतावा हुआ. मैं सीधा दादी के कमरे में गई. എന്താ അർത്ഥം? അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോഴേ എനിക്ക് ഞാൻ വിചാരിച്ചതിൽ കൂടുതൽ എനിക്ക് പശ്ചാത്താപം തോന്നി, വിഷമം തോന്നി. കാരണം ഞാൻ ഗ്രാൻഡ് പാരന്റ്സിനെ ഗ്രാൻഡ് പാരന്റ്സിനോട് എനിക്ക് അല്പം ദേഷ്യം ഉണ്ടായിരുന്നില്ലേ അല്ലേ? അന്ന് അമ്മയെ വഴക്ക് പറഞ്ഞു കേട്ടപ്പോഴേ, ഇപ്പോഴാണ് അമ്മ സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞത്. मैं सीधा दादी के कमरे में गई. ഞാൻ എന്ത് ചെയ്തു? എന്റെ മുത്തശ്ശിയുടെ അടുത്ത് മുറിയിലേക്ക് കയറിപ്പോയി. സൗണ്ട് കുറഞ്ഞു പോയി. എന്താണ് മിസ്? സൗണ്ട് കുറഞ്ഞു പോയി. ഒന്നും കേൾക്കുന്നില്ല. സൗണ്ട് കുറഞ്ഞു പോയി. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ Can you hear me? Yes. Okay, നോക്ക്. दादी के पैरों में दर्द हो रहा था. അമ്മയുടെ दादी के पैरों में दर्द हो रहा था. മുത്തശ്ശിയുടെ കാലിന് നല്ല വേദനയായിരുന്നു. അത് ഇവിടെ JCB പണിയെടുക്കുന്നുണ്ട് മോനെ, അതാണ് ലേശം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്. അതിന്റെ സൗണ്ട് ഉണ്ട്, ഡിസ്റ്റർബ് ആവുന്നുണ്ട് അല്ലേ? ഓക്കെ, നിങ്ങൾ മിണ്ടാതിരിക്കേ. മിസ് പറയുമ്പോ നിങ്ങളും കൂടെ സൗണ്ട് ആകുമ്പോ പ്രശ്നം വരും. നിങ്ങൾ മിണ്ടാതിരിക്കേ, മിസ് പറഞ്ഞ കേട്ടോ. दादी के पैरों में दर्द हो रहा था. മുത്തശ്ശിയുടെ കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു. വേ കരാഹ് രഹി രഹീതി. അതായത് വേദനിച്ചിട്ട് അവിടുന്ന് എന്താ അതിനെ പറയാ? വേദനിച്ചിങ്ങനെ കരയില്ലേ, സങ്കടം വരില്ലേ? മേം ദാദി കെ പാസ് ഗയി. അവിടെ മാർക്ക് ചെയ്തോ. മേം ദാദി കെ പാസ് വരുന്ന ബ്രാക്കറ്റ് ഇട്. 5. നമ്പർ 5. മേം ദാദി കെ പാസ് ഗയി.
मेम दादी के पास गई और बड़े प्यार से उनके पैरों की तेल से मालिश की वरे नंबर 5 മിസ് ആ പറഞ്ഞോ ദേവാഞ്ജന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് പറഞ്ഞില്ല എന്താണ് മൂന്നാമത്തെ ആൻസർ ഏറ്റവും മുകളിൽ അമ്മാക്കി ബാത്തേൻ തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് കമരേമേം ഗൈ വരെ ഇപ്പൊ പറഞ്ഞത് അഞ്ചാമത്തെ ഫിഫ്ത്ത് നമ്പർ 5 മേം ദാദി കെ പാസ് ഗൈ ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി ബഡേ പ്യാർ സേ വളരെയധികം സ്നേഹത്തോടെ ഉൻകെ പൈരോം കി അവരുടെ കാലുകളിലെ തേൽ കി മാലിഷ് കി എണ്ണ കുഴമ്പ് തടവി കൊടുത്തു കുഴമ്പ് കാല് വേദനയ്ക്കുള്ള കുഴമ്പ് തടയി കൊടുത്തു ആർക്ക് മുത്തശ്ശിക്ക് അതാണ് അഞ്ചാമത്തെ ആൻസർ നെക്സ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫ് ലാസ്റ്റ് പാരഗ്രാഫ് മേരി മാലിഷ് സേ ഞാൻ തിരുമുന്നത് കണ്ടപ്പോഴേ ഉനെ ബഹുത്ത് ആരാമില്ല അവർക്ക് ആശ്വാസം തോന്നി മുത്തശ്ശിക്ക് അല്പ ആശ്വാസം തോന്നി വേദനയ്ക്ക് ഉനോനെ പ്യാർ സെ മുജെ ഗലാ ലഗാ ലിയ എന്നെ ആശ്ലേഷിച്ചു അമ്മ ആ മുത്തശ്ശി സ്നേഹത്തോടെ എന്നെ ആശ്ലേഷിച്ചു മേം ഭി ഖുശി സെ ദാദി സെ ലിപട്ട് ഗയി और मेरी आंखों में खुशी के आंसू आ गए ഞാനും എന്ത് ചെയ്തു തിരിച്ച് മുത്തശ്ശിയെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു യെസ് അപ്പോ മുത്തശ്ശിയെ ആലിംഗനം ചെയ്യുമ്പോ എനിക്ക് എന്ത് തോന്നി വളരെയധികം സന്തോഷം തോന്നി കണ്ണുകളിലെ സങ്കടം വന്ന് കണ്ണുകൾ നിറഞ്ഞു ഞാൻ മുത്തശ്ശിയെ പറ്റി വേറെ രീതിയിലല്ലേ മോശമായി കണ്ടു അല്ലേ വെറുപ്പായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പൊ മാറി മേരി ആങ്കോമേ ഖുശി സേ ആംസു ആഗയേ എനിക്ക് സന്തോഷം കൊണ്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞു ഉസ് ദിൻ സേ മേം ബി ഹർ റോസ് സുബഹ ദാദാ ദാദി കെ സാത്ത് പാർക്ക് മേ സൈർ കെ ലിയെ ജാനെ ലഗി അതിനുശേഷം ഞാനും എല്ലാ ദിവസവും രാവിലെ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ എവിടെ പോകുമായിരുന്നു പാർക്കിൽ യാത്ര ചെയ്യാൻ കറങ്ങാൻ വേണ്ടി പോകുമായിരുന്നു സന്തോഷായി പിന്നീട് എങ്ങനെയുണ്ട് കഥ സൂപ്പർ സൂപ്പർ തന്നെയല്ലേ നമുക്കുണ്ടോ അങ്ങനെയുള്ള ഒരു കുട്ടിക്കാലത്ത് എന്തെങ്കിലും സംഭവങ്ങള് മറക്കാനാത്ത എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ പറയാനുണ്ടോ ടീച്ചറോട് മിസ്സിനോട് പറയാനുണ്ടോ എന്തെങ്കിലും ഒന്നുമില്ല മിസ് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഹിന്ദിയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് പോയിട്ട് കിടന്നുറങ്ങണം അല്ലേ അതാ പറയാനുള്ളത് ഒന്ന് കിടന്നുറങ്ങിയാ കൊള്ളാമെന്നുണ്ട് അല്ലേ ആഷിന് ഇങ്ങനെ ജനലിന്റെ അടുത്ത് ഇങ്ങനെ പുറത്തേക്കെല്ലാം ഇങ്ങനെ നോക്കി മഴ പെയ്യുന്നുണ്ടോ നല്ല നോക്കിയാണ് നല്ല കഥയല്ലേ നമുക്കും അങ്ങനെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും സംഭവം ഉണ്ടാവില്ലേ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണേ ഹിന്ദിയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് 2-3 ദിവസം നിങ്ങൾക്ക് ചിന്തിക്കാൻ ഞാൻ സമയം തരാം എന്തെങ്കിലും മറക്കാനാവാത്ത സംഭവം ഉണ്ടെങ്കിൽ ഒന്ന് അടുത്ത ക്ലാസ്സിൽ പറയണേ ഇനി ആ പാഠഭാഗത്തിലെ ഇന്നത്തെ വർക്ക് വേർഡ് മീനിങ് ശബ്ദാർത്ഥം എടുത്തെഴുതണം കൃപ എന്റെ മോളെ മിസ് എന്ന് വിളിക്കുന്നുണ്ടല്ലോ കൃപ 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 എന്താണ് കൃപ അത് പറഞ്ഞുതരാം ഒന്നാമത്തത് ഏതാന്നറിയോ 2 മുതലാ പറഞ്ഞതല്ലേ ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പോ നാലാമത്തേതും പറഞ്ഞിട്ടില്ല ഒരു കാര്യം ചെയ്യാം മിസ് അത് ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പോ അതെവിടെയാന്ന് പറയാം കേട്ടോ ഇപ്പൊ നിങ്ങൾ എന്താണ് ഇന്ന് ചെയ്യേണ്ടത് നോട്ട്ബുക്കിലേക്ക് ശബ്ദാർത്ഥ വേർഡ് മീനിങ് എടുത്തെഴുതണം ഈ വേർഡ് മീനിങ് എടുത്തെഴുതുക പറയുന്ന കേക്ക് മിസ്സിനെ അങ്ങോട്ട് പറയാൻ വിടുവോ നിങ്ങള് മിസ് ഓരോന്നായി പറയും നിങ്ങളൊന്നോ ധൃതി കാണിക്കല്ലേ വേർഡ് മീനിങ് നോട്ടിലേക്ക് എടുത്തെഴുതുക അതിൽ ഹിന്ദി മീനിങ് എഴുതാൻ പാടില്ല ഇംഗ്ലീഷ് മീനിങ് മാത്രം എഴുതിയാൽ മതി ഹിന്ദി മീനിങ് കൂടി എഴുതുമ്പോൾ ഒരുപാടാവും നിങ്ങൾക്ക് ഹോംവർക്ക് ഹിന്ദി എഴുതുക
അതിന്റെ ഇംഗ്ലീഷ് മീനിങ് എഴുതി ഇന്ന് തന്നെ അയച്ചുതരിക വൈകുന്നേരത്തിനുള്ളിൽ. തൊട്ട് താഴെയുള്ള മുഹാവരെ ഖുശിക്കെ ആംസു ആന, ഒരു മുഹാവരേ ഉള്ളൂ, അതും എടുത്ത് നോട്ടിലേക്ക് എഴുതുക. അതിന്റെ കൂടെ ഡിറ്റേഷൻ വരുന്ന വാക്കുകൾ പേജ് നമ്പർ 19 ഉണ്ട്. ബാൽക്കണി, നിങ്ങൾക്ക് 2 ലൈൻ കോപ്പി അല്ലേ? അല്ലേ? യെസ്, 2 ലൈൻ കോപ്പിയിൽ ആശ്രിതലേഖ ഡിറ്റേഷൻ വരുന്നതിൽ 1-2 വാക്കുകള് കോപ്പി റൈറ്റിംഗ് എഴുതിയിട്ട് ഇന്ന് അയച്ചു തരിക. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു 5 മണിക്കുള്ളിൽ എഴുതി അയക്കണേ. വേർഡ് മീനിങ്, ഈ വേർഡ് മീനിങ് അടുത്ത ക്ലാസ്സിൽ ഡിറ്റേഷൻ ഇടും. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിറ്റേഷൻ ഉണ്ടായിരിക്കും. വേർഡ് മീനിങ് ഇന്നത്തെ ഈ പാഠഭാഗത്തിലെ വേർഡ് മീനിങ്. ബാൽക്കണി, ബാൽക്കണി, ബച്പൻ, എന്താണ് ഇംഗ്ലീഷ് മാത്രമേ വരൂ. വേർഡ് മീനിങ് മാത്രം, ഇന്നത്തെ വേർഡ് മീനിങ് മാത്രം അടുത്ത ക്ലാസ്സിൽ ഡിറ്റേഷൻ. ഇംഗ്ലീഷ് മാത്രമേ എഴുതിപ്പിക്കൂ. ടീച്ചറെ ഡിക്റ്റേഷൻ ഇടുമ്പം വേർഡ് മീനിങ്ങിനകത്ത് ഇംഗ്ലീഷ് മീനിങ് മാത്രം എഴുതിയാൽ മതിയോ? ആ, നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുന്നത് പോലെ വേർഡ് മീനിങ് ഹിന്ദി മീനിങ് വേണ്ട. നിങ്ങൾ ഈ പരീക്ഷക്കും ഇംഗ്ലീഷിലെ മീനിങ് മാത്രം എഴുതിയാൽ മതി. പറഞ്ഞുതരോ? ഇവിടെ സ്റ്റക്ക് ആയതുകൊണ്ട് കേട്ടില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞില്ല മോളെ. അത് ക്വസ്റ്റ്യൻ ആൻസർ നെക്സ്റ്റ് ക്ലാസ് പറയുമ്പോ പറഞ്ഞുതരാം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ മിസ് അത് വാട്സപ്പിൽ അയച്ചുതരാം. അത് നോക്കിയിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച് അത് നോക്കിയാൽ മതി, മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ കൂടി അതിലേക്ക് എഴുതി വെച്ചോ. ഓക്കെ. വേർഡ് മീനിങ് ബാൽക്കണി, ബാൽക്കണി തന്നെ. ബച്പൻ, ചൈൽഡ്ഹുഡ്. സേവ, കെയർ. ബുജുർഗ്, ഓൾഡ് പീപ്പിൾ. പച്താവ, റിഗ്രറ്റ്. ദർദ്, പെയിൻ. കര, ഗ്രോണിംഗ്. മാലിഷ്, മെസ്സേജ്. മെസ്സേജ് അല്ല, മസാജ്. മസാജ് ചെയ്യില്ലേ നമ്മള്, കുഴമ്പ് തടി കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്നില്ലേ, അതിനെയാണ് മസാജ് പറഞ്ഞത്. മാലിഷ്. ഇത്രയുമാണ് നോട്ട്ബുക്കിലേക്ക് എഴുതി പഠിക്കേണ്ടത്. അപ്പൊ ഇപ്പൊ ക്ലാസ് ഇപ്പൊ കട്ടാവാനായി. എന്നാലും ഒന്ന് കുറച്ചു പേരൊന്ന് ആദ്യം ഒന്ന് വായിച്ചേ. അല്ല, ഫസ്റ്റ് തുടങ്ങിക്കോളെ, ഒന്ന് വായിച്ചേ ആ പാരഗ്രാഫ്. ബച്പൻ കാ വഹദിൻ. എല്ലാരും വായിച്ച് റെഡിയായി വരണേ. അടുത്ത ക്ലാസ് ഞാൻ വായിപ്പിക്കും. വായിച്ചു വായിച്ചു. पाठ 3 बचपन का वह दिन। सुबह के 7 बजे दे ഒരു മിനിറ്റ്. ദേവപ്രിയ എന്ത് പറ്റി മോളെ? ദേവപ്രിയ എന്താ പറയുന്നേ? ഒന്നുമില്ല, വായിച്ചോ. घर की बालकनी में बैठी अखबार पढ़ रही थी। अचानक मेरा ध्यान पार्क की ओर गया। एक छोटा लड़का अपने दादा दादी के साथ पार्क में सैर कर रहा था। उन्हें देखकर मुझे अपना बचपन याद आ गया। उस समय मेरी उम्र कोई 10 वर्ष की रही होगी। अम्मा अप्पा घर के साथ काम करते थे। दादा दादी की खूब सेवा करते थे। मैं सोचती थी कि दादा दादी कोई काम क्यों नहीं करते। माम अम्मा अप्पा के साथ खेलना चाहती थी, पर मैं नहीं